ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ആക്നി ജേണിയാണ്. ആക്നി ജേണി എന്ന് പറഞ്ഞാൽ ചില്ലറ ജേണിയൊന്നും അല്ലായിരുന്നു. ഭയങ്കര ഞാനൊരു 2 വർഷം ഭയങ്കരമായിട്ട് ഞാൻ ഈ പിമ്പിൾസ് കാരണം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതെങ്ങനെ മാറി എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്നെപ്പോലെ ആരെങ്കിലും അതായത് ടീനേജിലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഫേസിൽ ഒരു ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്നിട്ട് അഡൽട്ട് ആക്ടിന് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ട അവർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ആക്നി മാറാനായിട്ട്. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്ലിയർ സ്കിൻ എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ക്ലിയർ സ്കിൻ ആയിരുന്നു എൻ്റെ. ഞാൻ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ അത്രയും ക്ലിയർ സ്കിൻ ഓവർനൈറ്റ് ആയിട്ടാണ് എനിക്ക് ആക്നെ വരാൻ തുടങ്ങിയത്. അതായത് ഒരു ഔട്ട് ഓഫ് നോവെയർ ചുമ്മാ കയറി ഇങ്ങ് വരുമെന്ന് അറിയില്ല, അങ്ങനെ ആക്നീസ് വരാൻ തുടങ്ങി. ആക്നി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് സിസ്റ്റിക് ആയിട്ടുള്ള ആക്നി. സിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ തൊടുമ്പോൾ എനിക്ക് അറിയാം ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ട്, ഇനിയും വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ പിന്നെ ഉണ്ടായിരുന്ന ഈ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് പോലെ ഒരു ചെറിയൊരു കുത്ത് പോലെ ഇങ്ങനെ വരും. അത് വന്നിട്ട് അത് മെല്ലെ 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 ഈ പെയിൻഫുൾ ആയിട്ടുള്ള സിസ്റ്റിക് ആയിട്ടുള്ള ആക്നി ആയിട്ട് മാറും. ഇങ്ങനെ കണ്ടിന്യൂസ് അത് ലാസ്റ്റ് 2 years ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കിതിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ പല രീതിയിൽ ഡയറ്റ് ചെയ്ത് നോക്കി, ഞാൻ പല രീതിയിൽ ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 8 ഡെർമറ്റോളജിസ്റ്റിനെ മാറിയും തിരിഞ്ഞും കണ്ടു. എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആരുടെയൊന്നും ഒരു ഒരു ബെനിഫിറ്റും വന്നില്ല. അത് ഡെർമറ്റോളജിസ്റ്റിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞാൻ കണ്ട ആളുകളുടെ കുഴപ്പമായിരിക്കും. ഞാൻ എന്തൊക്കെ ടൈപ്പ് മരുന്നുകൾ ഉപയോഗിച്ചു എന്ന് ആദ്യം പറയാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഞാൻ ക്ലിൻഡാമൈസിൻ ഉപയോഗിച്ചിട്ടുണ്ട്, ബെൻസോയിൽ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അഡാപ്ലിൻ ഉപയോഗിച്ചിട്ടുണ്ട്, ട്രെറ്റിനോയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തനിയെ യൂസ് ചെയ്യുന്നതൊന്നുമല്ല, എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്ന സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തേക്കാണ്. പിന്നെന്താ നിയോ എന്താ എന്തോ ഒരു നെഫ് വെച്ച് തുടങ്ങുന്ന ഒരു ക്രീമുണ്ട്. അത് ഞാൻ നോക്കട്ടെ, ഞാൻ പേര് ഓർക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ കൊടുത്തേക്കാം ഏതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇങ്ങനെ പല ക്രീമുകൾ ഞാൻ മാറി തിരിഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കണ്ട ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്ന ക്രീംസ് എന്ന് പറഞ്ഞാൽ 3 മിക്സ് ചെയ്തിട്ടായിരുന്നു. ഈ ഞാൻ ആദ്യം പറഞ്ഞ ആ നെഫ് വെച്ചിട്ടുള്ള ആ ഒരു ക്രീമും ബെൻസോയിൽ പെറോക്സൈഡും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഈ 3 ഞാൻ അത് കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുക ഏതൊക്കെയാണ് ആ 3 മെഡിസിൻ എന്നുള്ളത് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ 3 മരുന്നുകൾ മിക്സ് ചെയ്തിട്ട് എന്റെ ഫേസിൽ ഇടാൻ പറ്റും. അതിട്ട കാരണം എന്റെ ഫേസിൽ വൈറ്റ് കളർ ഇങ്ങനെ ഒരു പാച്ച് പോലെ വരാൻ തുടങ്ങി. ഇങ്ങനെ എന്നാ കുരുവിന് വല്ല കുറവുണ്ടോ? അതുമില്ല, കുരുവും ആവശ്യത്തിനധികം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അവസാനം എനിക്ക് മനസ്സിലായി, ഞാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് നിൽക്കാൻ പോകുന്നില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് എനിക്ക് പിടികിട്ടി. അവസാനം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു ആക്നി മാറാനുള്ള റീസണേ അതായിരുന്നു. ആക്നി മാത്രമല്ല, ആക്നി വന്നിട്ടുള്ള പാടുകളും മാറാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. സോ ഫസ്റ്റ് തിങ്, എന്താണ് എൻ്റെ ആക്നി ട്രിഗർ ആക്കിയത്? 5 കാര്യങ്ങളാണ് ട്രിഗർ ആക്കിയത്. ഒന്ന്, എൻ്റെ ഡയറ്റ്. അതായത് ഞാൻ ജനിച്ചത് വളർന്നത് ഒക്കെ ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് കോഴിക്കോടിലേക്കാണ്. ഇപ്പൊ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ഒരു ഹബ്ബാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വന്ന് കയറിയ വീട്ടിലും നല്ല ഫുഡാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ഒട്ടാകെയുള്ള ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫുഡ് കഴിക്കുന്നത് കൂടും. അപ്പൊ ഫുഡ് ഒരു കൺട്രോൾ ഇല്ലാതെ, ഡയറ്റ് ഒരു കൺട്രോൾ ഇല്ലാണ്ട് പോയതായിരുന്നു ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്. എനിക്ക് ചെറിയ കാര്യം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്ട്രെസ്ഫുൾ ആവും. എനിക്ക് സ്ട്രെസ് വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പൊ ഈ സ്ട്രെസ് കാരണം എനിക്ക് ആക്നി ട്രിഗർ ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ എന്റെ ഹോർമോണൽ ഇംബാലൻസ്. ഞാൻ ഈ ഡയറ്റിന്റെ പ്രോപ്പർ ആവാത്ത കാരണം എനിക്ക് PCOD വരെയും ഹോർമോണൽ ഇംബാലൻസ് വരെയും വരും. നാലാമത്തത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. ഞാൻ ദേഹം അല്ലെങ്കിൽ ഒരു വക ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഒന്നും എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാൻ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഫുൾ ടൈം ഇരുന്നിട്ടുള്ള എന്തെങ്കിലും പണിയായിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്റെ ആക്നി ട്രിഗർ ആക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാവുന്നത് ഈ ഒരു ലാസ്റ്റ് കുറച്ച് മാസമായിട്ടാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഉറക്കം.
ഇത് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രാത്രി സമയത്താണ്. അപ്പം എന്റെ പാർട്ട്ണറുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് രാത്രിയാണ്. അപ്പൊ ഇത് സമയം സ്പെൻഡ് ചെയ്ത് ഒരു 3 മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറങ്ങുന്നത്. സംസാരമൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 3 മണിയാവും. അത് കഴിഞ്ഞ് ഉറങ്ങി രാവിലെ ഫാമിൽ പോകാനുണ്ടാവും. അപ്പൊ രാവിലെ എഴുന്നേക്കും, ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേക്കും. അപ്പൊ എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എന്റെ മുഖത്താണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ഇത് അത്രമാത്രം ആക്നി. എനിക്കത് ഇപ്പൊ പറയുന്നത് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. ഒരു സൈഡ് വെച്ച് ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം പെയിൻഫുൾ ആയിട്ടുള്ള സിസ്റ്റിക് ആക്നി എന്ന് പറയുമ്പോൾ ചിന്തിക്കാലോ. അപ്പൊ അങ്ങനെയാണ് കടന്നു പൊക്കോണ്ടിരുന്നത്. ഇനി എന്തൊക്കെയാണ് എനിക്ക് വർക്ക് ആവാത്തത് എന്നുള്ളത് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം, റാൻഡം ആയിട്ടുള്ള സ്കിൻ കെയർ ഒന്നും എനിക്ക് വർക്ക് ആയിട്ടില്ല. നമ്മൾ ഓൺലൈൻ കാണുന്നതും വെറുതെ റാൻഡം ആയിട്ട് പറയുന്ന ഒരു സ്കിൻ കെയർ വാങ്ങിച്ച് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് സിസ്റ്റിക് ആക്നി പോവില്ല. ഹോർമോണൽ ആക്നി ആണെങ്കിൽ ഒട്ടും പോവില്ല. അപ്പം എനിക്ക് ഈവൻ റാൻഡം ആയിട്ടുള്ളതെന്നല്ല, എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്ന സ്കിൻ കെയർ പോലും എനിക്ക് വർക്ക് ആയിട്ടില്ല. കാരണം ലൈഫ് സ്റ്റൈലും ഡയറ്റും ചേഞ്ച് വരുത്താണ്ട് ഈ ആക്നി പോവില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഡയറ്റൊക്കെ ഒരുവിധം നോക്കും, പക്ഷെ എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യുന്നേ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ആക്നി പോകാനാണ്? അപ്പോൾ നല്ല രീതിയിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഞാൻ സ്കിൻ കെയർ യൂസ് ചെയ്ത് ഒന്നും വലിച്ചിട്ടില്ല. ഞാൻ അൻവയുടെ നയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്, സിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെന്താണ്, ഓൾമോസ്റ്റ് ഡോക്ടേഴ്സ് തന്ന എല്ലാ സാധനങ്ങളും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കെമിക്കൽ പീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും, ഈവൻ കെമിക്കൽ പീലിംഗ് പോലും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ KC ഇഞ്ചക്ഷൻ എന്നായിരുന്നു അതിന്റെ പേര്. അതിന്റെ ഫുൾ ഫോം എനിക്ക് അറിയില്ല, ഞാൻ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിടാം. അപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ആ അകത്തുള്ള സിസ്റ്റിക്ക് ആ സംഭവം ഒന്ന് കുറയും. പക്ഷെ ഇതില് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ കുത്ത് പാടിങ്ങനെ മുഖത്ത് മുള്ളുണ്ട്. ഇപ്പോഴും അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ ആ ഒരു പാട്, ഇഞ്ചക്ഷൻ എടുത്തതിന്റെ പാടുകളുണ്ട്. അത് അത് എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇത് എന്താണ്, അപ്പൊ ഇത്രയും ചെയ്തിട്ടും ഒരു സൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു കെമിക്കൽ പീലിങ്ങിനൊക്കെ 4000 രൂപ വെച്ചാണ് കെമിക്കൽ പീലിങ്ങിനായിട്ടുള്ളത്. അത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് 3-4 സെഷൻ. എന്നിട്ടും എനിക്കൊരു ഉപയോഗമായില്ല. അപ്പൊ ടോട്ടൽ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ. ആദ്യമായിട്ട് ഡെർമാറ്റിനെ പോയി കണ്ട് ഈ സെഷൻസ് വേണോന്ന് പറഞ്ഞ ഒരു ഡെർമാറ്റുണ്ട്. അതായിരുന്നു ലാസ്റ്റ് ഞാൻ കണ്ട ഡെർമറ്റോളജിസ്റ്റ്. അപ്പൊ പുള്ളിക്കാരിയെ പോയി കണ്ടപ്പോ പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാൻ അതെല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ചു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ 12,000 രൂപ പൊട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിനൊരു ഗുണം വന്നാ മതി എന്ന്. പക്ഷെ എനിക്ക് ഒന്നും വന്നിട്ടില്ല. ഒരു യൂസും വന്നില്ല എന്നുള്ളത്, എന്റെ പൈസ നഷ്ടമായത് എനിക്ക് ഇപ്പോഴും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എന്താന്ന് പറയാം. ആദ്യത്തെ കാര്യം, തൊടുന്നത്. ഞാൻ കണ്ടിന്യൂസ് ഈ സാധനം ഇങ്ങനെ കാരണം എനിക്കിത് വരാതിരുന്നിട്ട് വന്നതുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിതിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും ആക്നേസിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇങ്ങനെ പിടിക്കുന്ന കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ആക്നി മാർക്സ് PIH വരും. പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയും. ഈ സാധനം വന്നാൽ ഇത് പോവാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ആക്നി ഉണ്ടെങ്കിൽ മുഖത്ത് തൊടാതിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഫാസ്റ്റർ റിസൾട്ട്. സ്വിച്ച് ഇട്ട പോലെ റിസൾട്ട് വരില്ല. സ്വിച്ച് ഇട്ട പോലെ റിസൾട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടാലേ ആക്നി മാറുള്ളൂ, അല്ലാണ്ട് മാറില്ല. അപ്പൊ സ്വിച്ച് ഇട്ട പോലെ റിസൾട്ട് വരാത്ത നമ്മൾ ഓക്കെ, അതിന് ടൈം കൊടുക്കുക. നമ്മൾ അതിനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് സ്ട്രെസ് കൊടുക്കാതിരിക്കുക. എന്റെ കോൺഫിഡൻസിനെയൊക്കെ ബാധിച്ച കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിരുന്നു. സ്ട്രെസ് അടിക്കുമ്പോൾ ഇത് ആക്നി ഭയങ്കരമായിട്ടാണ് ട്രിഗർ ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ പാടിന് വിടുക. എന്നിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ എന്തൊക്കെയാന്ന് ലാസ്റ്റ് പറയുന്നുണ്ടാവും കേട്ടോ, പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോ ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ച് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരു കാര്യം, ഒരു റുട്ടീൻ നമുക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ റുട്ടീൻ തന്നെ, ഞാൻ ഇതിനകത്ത് പറയുന്ന റുട്ടീൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് വേറൊന്നും ആഡ് ഓൺ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണും, അപ്പൊ ഇത് ആഡ് ചെയ്യാൻ നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നല്ലൊരു കാര്യം വേറൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയുക, അപ്പൊ അത് ആഡ് ചെയ്യാൻ വിചാരിക്കും. ഇങ്ങനെ വിചാരിക്കരുത്. നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഫേസസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാത്തിലും ഫിൽറ്റേഴ്സ് ഉണ്ടാവും, എല്ലാത്തിലും ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കാരണമാണ് ഓരോരുത്തർ സ്കിന്ന് നല്ല ഭംഗിയിരിക്കുന്നത്. ഈവൻ എന്റെ വീഡിയോസും വരെ ഫിൽറ്റേഴ്സും ലൈറ്റിങ്ങിന്റെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പം ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത ഒരാളുടെ മുഖം കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അത് കണ്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക. ലാസ്റ്റ് വൺ ചെയ്യാൻ പാടില്ലാത്തത്,
ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്യരുത്, ഓവർ വാഷ് ചെയ്യരുത് ഫേസ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം കുരു വന്നു കഴിയുമ്പോൾ കുരു വാഷ് ചെയ്താൽ പോകുമെന്ന രീതിയിലാണ് ഈ ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രമാത്രം ഞാൻ ഫേസ് വാഷ് ചെയ്യായിരുന്നു. വിച്ച് ഈസ് എ വെരി 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 വേഴ്സ്റ്റ് ഹാബിറ്റ്. ചെയ്യരുത്. എത്രത്തോളം നമ്മൾ വാഷ് ചെയ്യുക അത്രത്തോളം ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയും അത് കാരണം ആക്നെ ട്രിഗർ ആകുകയും ചെയ്യും. അപ്പൊ അത് ചെയ്യാണ്ടിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും ആദ്യത്തെ കാര്യം, ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു പേഴ്സണൽ ട്രെയിനറിനെ വെക്കാനുള്ള വരുമാനം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേഴ്സണൽ ട്രെയിനറെ ഞാൻ വെക്കാം, ഇപ്പൊ വെക്കില്ല, ഈ മന്ത് എനിക്ക് വെക്കാൻ പറ്റില്ല, നെക്സ്റ്റ് മന്ത് ഞാൻ വെക്കാം, എനിക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരാളെ പറഞ്ഞു, ഞാൻ അയാളുടെ അടുത്ത് പോയിരുന്നു, എന്റെ ഡൗട്ട് എല്ലാം ചോദിച്ചു. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഞാൻ മണ്ടത്തരമാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ 1 ഇയർ പ്ലാനാണ് എടുത്തത്. 1 ഇയർ പ്ലാനിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ അത് ഒരു 3 മാസമായി. 3 മാസമായിട്ട് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നി. ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആക്നി വരുന്നത് കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡയറ്റിങ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഷുഗർ എനിക്ക് സ്ട്രെസ് വരുമ്പോഴെല്ലാം ഞാനിപ്പോൾ ഷുഗറാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ കടന്നൊക്കെയാണ് പോകുന്നത്. ഈവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മധുരമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, ചീട്ടായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആക്നി ട്രിഗർ ആവുന്നില്ല. അതിന്റെ മെയിൻ റീസൺ ഞാൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് വേണം. വെയിറ്റ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ ഇംബാലൻസോ PCOD ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാനേജ് ആവുന്നത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തേ പറ്റൂ. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം സ്കിൻ കെയർ. സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ട്രെറ്റിനോയിൻ അസിലിക് ആസിഡ് കോംബോ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്കത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ജിമ്മും ഡയറ്റും അതിന്റെ കൂടെ ഈ ട്രെറ്റ് ആൻഡ് അസിലിക് ആസിഡ് എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ വർക്ക്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന രീതി വേറെയാണ്. അതായത് രാവിലെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്ന എന്റെ ഇതാണ്, ഫേസ് വാഷ് ചെയ്ത് ഫേസ് നല്ലോണം ഡ്രൈ ആയതിനു ശേഷം അസിലിക് ആസിഡ് യൂസ് ചെയ്യും. അസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല. ചെയ്യാത്തതിന്റെ റീസൺ എന്റെ സൺസ്ക്രീൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് തന്നെ. അപ്പൊ എനിക്ക് ഒരു ഹെവി ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യും, സൺസ്ക്രീൻ നല്ല രീതിയിൽ യൂസ് ചെയ്യും. 2 ബട്ടൺ ഞാൻ യൂസ് ചെയ്യും. ആദ്യം ഒരു 2 ഫിംഗർ എടുത്ത് ഞാൻ ഹോൾ ഫേസ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒരു 2 ഫിംഗർ എടുത്ത് ഞാൻ ഒന്നുകൂടെ യൂസ് ചെയ്യും. ഇത് ഇത്രയാണ് ഞാൻ രാവിലെ ചെയ്യുന്നത്. ആൻഡ് PM റൂട്ടീനിൽ ഞാൻ ചെയ്യുന്നത്, ആദ്യം ഫേസ് വാഷ് ചെയ്ത് ഫേസ് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അസിലിക് ആസിഡ് ഒരു പീ സൈസ് എമൗണ്ട് ഫേസ് ഫുൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ട്രെറ്റിനോയിൻ ഒരു പീ സൈസ് എമൗണ്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യും. ഫേസ് നെക്ക് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ, അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ സിക്കാപ്ലാസ്റ്റ് മോയ്സ്ചറൈസർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കിടക്കും. ഇതാണ് കഴിഞ്ഞ ഒരു 2-3 മന്ത്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് ആക്നി ട്രിഗർ ആയതിനു ശേഷം ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാനും പേടിയായി തുടങ്ങി. അതായത് ഇനി അത് കാരണം ഇനി വീണ്ടും വരുമോ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രെറ്റിനോയിനൊക്കെ പോസ് ചെയ്തിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു 2-3 മന്ത്സ് ഒന്നും അല്ല, 3-4 മന്ത്സ് ആയിട്ട് ഞാനിപ്പം ഈ ഒരു റുട്ടീനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആക്നി ട്രിഗർ ആവുന്നത് നമ്മളെ പീരീഡ്സിന് മുന്നേ ആയിട്ടാണ്. അപ്പൊ പീരീഡ് സമയത്ത് ആക്നി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് ചെയ്ത റീൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പീരീഡ് സമയത്ത് നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ. സ്കിൻ കെയറിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. ഒരു സാലിസിലിക് ആസിഡ് സെറം വാങ്ങിച്ചു വെക്കുക. പീരീഡ്സിന് ഒരു 1 to 2 വീക്സ് മുന്നേ തൊട്ട് സാലിസിലിക് ആസിഡ് സെറം നമ്മൾ നൈറ്റ് ടൈമോ മോർണിംഗ് ടൈമോ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് ആഫ്റ്റർ ഫേസ് വാഷ് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞ് കൊളോയിഡൽ ആക്നി പാച്ച് വാങ്ങിക്കാൻ കിട്ടും. അത് ഈ വട്ടത്തിലുള്ളതല്ലേ ആക്നി വെക്കുന്നത്. അപ്പൊ അത് ആക്നി വരുന്ന സ്ഥലത്ത് കറക്റ്റ് അത് ഒട്ടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ തൊടുന്തോറും ഈ ആക്നി ഭയങ്കരമായിട്ട് PIH ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. PIH ഉണ്ടാവുന്നതാണ് ഈ ആക്നി വരുന്നേക്കാളും വൃത്തികേട്. ഈ ആക്നി വന്നിട്ട് ലീവ് ചെയ്തിട്ട് പോകുന്ന മാർക്സ് ആണ്. അപ്പൊ അത് വരാണ്ടിരിക്കാനായിട്ട് ഈ കൊളോയിഡൽ പാച്ച് നമ്മൾ തൊടുന്നത് കുറയ്ക്കും. അപ്പൊ അതിനും അത് ഹെൽപ്പ് ചെയ്യും. ആക്നി ഒന്ന് ഷ്രിങ്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആക്നി ഷ്രിങ്ക് ആയതിനു ശേഷം നിങ്ങൾ അസിലിക് ആസിഡ് യൂസ് ചെയ്യുക. നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. രാത്രി സമയത്ത് സിക്കാപ്ലാസ്റ്റോ അല്ലെങ്കിൽ ബാരിയർ റിപ്പയറിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്താൽ തന്നെ പീരീഡ് സമയത്ത് വരുന്ന ആക്നി കുറയ്ക്കാൻ പറ്റും. ആക്നി മാർക്സും കുറയ്ക്കാൻ പറ്റും. അസിലിക് ആസിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്നി മാർക്സും ഒരുപോലെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതെല്ലാം ഈ സ്കിൻ കെയർ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ എക്സസൈസും പ്രോപ്പർ ആണ്. ഡയറ്റ്
എന്ന് പറയുന്നത് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ് കട്ട് ചെയ്യുക, ഇത് രണ്ടും മെയിൻ ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ആക്നെ മാറാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഡയറ്റ് ഒന്നും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത്രേ കഴിക്കാവൂ അത്രേ കഴിക്കാവൂ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പ്രോസസ്ഡ് ഫുഡ് അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം അവിടെ തീരുകയാണ്. അപ്പോ ഇനി എന്തെങ്കിലും ഈ ആക്നി റിലേറ്റഡ് ഡൗട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആവാതെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ എന്തായാലും തരും. ഞാൻ കമന്റിന് റിപ്ലൈ തരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഒരു ലവോ അല്ലെങ്കിൽ ഒരു ഏഞ്ചലോ എന്തെങ്കിലും ഒരു സ്മൈലി കമന്റ് ചെയ്യണം കേട്ടോ. ആൻഡ് അത്രേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എനിക്ക് ഈ ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു ക്ഷമ ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഷോർട്സിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഇനി ഞാൻ എന്തായാലും ശ്രമിക്കാം എല്ലാ സാറ്റർഡേയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.